ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് വ്ളോഗിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റെച്ചൽബർഗ് എന്ന് പറയുന്ന സ്വച്ഛ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ഇത് ഗ്രിൻഡൽവാൾഡ് ആണുള്ളത്. നമ്മളിവിടെ വന്നേക്കുന്നത് കേബിൾ കാറിൽ കയറാനാണ്. കേബിൾ കാറിൽ കയറി ആൽപ്സിൻ്റെ മുകളിലേക്ക് പോകാനാണ്. ആൽപ്സിൻ്റെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒത്തിരി അഡ്രിനാലിൻ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുവാണ്. ഇവിടെ 3 സെക്ഷനായിട്ടാണ് ഈ കേബിൾ കാറ്. അപ്പം 3 സെക്ഷനിലും കൂടെ പോകണമെങ്കിൽ ഒരാൾക്ക് ചിലവാകുന്ന പൈസ എന്ന് പറയുന്നത് 108 സ്വിസ് ഫ്രാങ്ക് ആണ്. പക്ഷെ നമ്മളിപ്പോൾ 2 സെക്ഷനിൽ മാത്രമേ പോകുന്നുള്ളൂ. അപ്പം നമുക്കൊരാൾക്ക് 72 സ്വിസ് ഫ്രാങ്ക് ആണ് ആയേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റെച്ചൽബർഗ് മുതൽ മുറൻ വരെയാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള കേബിൾ കാർ സർവീസ്. ഈ സ്റ്റെച്ചൽബർഗ് മുതൽ മുറൻ വരെയുള്ള സർവീസ് തുടങ്ങിയിട്ട് അധിക നാളായിട്ടില്ല. 2024 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതേ നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ ഒരു സുന്ദരി കുട്ടി നിൽക്കുന്നുണ്ടോ? തലയിലൊരു ബോയൊക്കെ വെച്ച്. എന്താ ഒരു ക്യൂട്ട്നെസ് എന്ന് നോക്കിക്കേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെച്ചൽബർഗിൽ നിന്ന് മുറനിലേക്കുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള കേബിൾ കാർ. ഇപ്പം നിങ്ങൾക്ക് താഴേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് എത്ര കുത്തനെയാണ് പോകുന്നതെന്നുള്ളത്. അതിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് 159.4% ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മുറേനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഒരു ഭംഗിയെന്ന് നോക്കിയേ. വാലിയിലേക്ക് നോക്കുമ്പോൾ ഈ കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും സൗന്ദര്യമാണ്. നമുക്ക് ഈ കേബിൾ കാറിൽ നിൽക്കുമ്പോൾ 4 പാടും ഇതുപോലെ വ്യൂസ് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ കൂടെ ഒരുപാട് യാത്രക്കാരുള്ളത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ ക്യാമറ കറക്കി ബുദ്ധിമുട്ടില്ലാതെ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമൊക്കെ കാണുന്നില്ലേ? ഒരുപാട് ദൂരത്തിങ്ങനെ സോപ്പ് പൊട്ടി ഇങ്ങനെ കമഴ്ത്തി വെച്ചേക്കുന്ന പോലെയല്ലേ നമുക്കതൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എത്ര ഉയരത്തിൽ നമ്മൾ എത്തിയെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താ ഒരു ഭംഗി താഴത്തെ വ്യൂ. താഴേക്ക് കേബിൾ കാർ പോകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് സ്കൈലൈൻ വാക്ക്, അതുപോലെ തന്നെ ത്രില്ലിൻ വാക്ക്, സ്കൈ ഡൈവിങ്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് മുകളിൽ. പക്ഷേ ഇങ്ങനെ 3 സ്റ്റേഷനായിട്ടാണ്, 3 സെക്ഷനായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഇപ്പോൾ മുറേനിൽ അവസാനിക്കുവാണ്. മുറൻ എന്ന് പറയുന്നത് ഒരു സ്വച്ഛ സുന്ദരമായ ഒരു ഗ്രാമമാണ്. അത് കാർ ഫ്രീ വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡിൽ. അതായത് നമുക്ക് പ്രൈവറ്റ് വാഹനങ്ങളൊന്നും തന്നെ മുറേനിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് അവിടുത്തെ ഗ്രാമവാസികളുടെ സ്വച്ഛത നശിപ്പിക്കും. അപ്പം അതുകൊണ്ടാണ്. അതുപോലെ തന്നെ അവിടെ വില്ലേജ് മാത്രമല്ല, അവിടെ ഒരുപാട് റിസോർട്ടുകളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇതാണ് മുറേൻ എന്ന് പറയുന്ന വില്ലേജ്. അപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് കേബിൾ കാറിൽ അല്ലെങ്കിൽ മൗണ്ടൻ റെയിലിൽ, അങ്ങനത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസുകളിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് ആൾക്കാർക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മുറേൻ എന്ന് പറയുന്ന വില്ലേജ്, മനോഹരമായിട്ടുള്ള വില്ലേജ്. ഇവിടെ നമുക്ക് ഈ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ചുറ്റി നടന്ന് നമുക്ക് കാണാം. കണ്ടു കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അടുത്ത ഈ സ്റ്റേഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് അടുത്ത കേബിൾ കാറിൽ മുകളിലേക്ക് വേണമെങ്കിൽ പോകാം. അതല്ല നമുക്ക് താഴേക്ക് വാലിയിലേക്ക് തിരിച്ച് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂടെ വന്ന പാസഞ്ചേഴ്സ് എല്ലാം തന്നെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നവരാണ്. എന്താ ഒരു ഭംഗി നോക്കിക്കേ. നല്ല സുന്ദരമായ കാഴ്ചയല്ലേ? മേഘം ഇങ്ങനെ തറയിൽ തൊട്ട് കിടക്കുന്ന കാഴ്ച.
അപ്പോൾ നമ്മളിവിടെ മൊറൈനിൽ ഇറങ്ങുവാണിപ്പോൾ. നമ്മൾ പുറത്തേക്ക് ഗ്രാമത്തിലേക്ക് പോകുന്നില്ല കേട്ടോ. നമ്മളിവിടെ നിന്ന് മൊറൈനിലേക്ക് നിന്ന് നേരെ ബെർഗിലേക്കുള്ള കേബിൾ കാർ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അതിന് ടൈമിംഗ് ഉണ്ട്. ടൈമിംഗ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്ത കേബിൾ കാറിൻ്റെ ടൈം എപ്പോഴാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത കേബിൾ കാറിൽ കയറി ബെർഗിലേക്ക് പോവുകയാണ്. ബെർഗിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് അഡ്രിനാലിൻ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. ദേ നമ്മളിപ്പോൾ അവിടെ ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് താഴേക്കൊരു ചാട്ടമാണേ നമ്മുടെ കേബിൾ കാറ്. അതന്നെ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ. കേബിൾ കാർ അങ്ങനെ പോകുമ്പോൾ എല്ലാവരും തന്നെ ഒച്ചത്തിൽ നിലവിളിക്കുമായിരുന്നു താഴേക്ക് പോയപ്പോൾ. ഇനി നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് പോവാണ്. നമ്മൾ മുകളിലേക്ക് ചെല്ലും തോറും കോടമഞ്ഞല്ലാതെ മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. കോടമഞ്ഞ് കൊണ്ട് മൂടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ച മറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ അടുത്തുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. ഇപ്പം നമ്മൾ ബെർഗിലേക്ക് അടുത്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ കംപ്ലീറ്റ് കോടമഞ്ഞിലേക്ക് കയറിയിരിക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബെർഗ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങുവാണ്. കുറച്ച് പേര് അടുത്ത കേബിൾ കാർ പിടിച്ച് സ്കിൽട്ടൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ യാത്ര അവസാനിപ്പിക്കുവാണ്. കാരണം നമ്മൾ ഇവിടം വരെയുള്ള ടിക്കറ്റ് മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരു കോഫി ഹൗസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നാൽ നമുക്ക് നല്ല പാനോരമിക് വ്യൂ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് കോടമഞ്ഞായതുകൊണ്ട് ഇപ്പോൾ അധികം ഒന്നും കാണത്തില്ല. എനിക്ക് ക്യാമറയിൽ ഒട്ടും തന്നെ കാണിക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കുറേശ്ശെയൊക്കെ കാണാം. പക്ഷേ ക്യാമറയിൽ അത് ഒട്ടും തന്നെ കിട്ടിയിട്ടില്ല കോടമഞ്ഞായതുകൊണ്ട്. അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് ത്രില്ലിംഗ് വാക്കിന് പോകാം, സ്കൈലൈൻ വാക്കിന് പോകാം, അതുപോലെ സ്കൈ ഡൈവിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. ആക്ച്വലി നമ്മൾ ഈ നിൽക്കുന്ന പ്ലാറ്റ്ഫോം തന്നെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളതാണ്. ഗ്രില്ലാണ് താഴേക്ക്. നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കോടമഞ്ഞല്ലെങ്കിൽ അങ്ങ് വാലി വരെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഭയങ്കര സ്കേറിയാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ലച്ചു ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്, സ്പൂക്കിയാന്ന് പറഞ്ഞിട്ട്. ശ്യാമള ചേച്ചിക്കാണേലും താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ പേടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ സുനിലേട്ടൻ കൈയെ പിടിച്ചിറക്കുന്നുണ്ട്, ചേച്ചിക്ക് പേടിയാന്ന് പറഞ്ഞ കാരണം. എന്നിട്ട് ചേച്ചിയെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോയി കാണിക്കുവാണ്. അവിടെ താഴേക്ക് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. ചേച്ചി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുവാ, എനിക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ നിലത്തൂടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഗ്രില്ലാണ്, കണ്ടില്ലേ?
പിന്നെ നമ്മളിവിടെ അഡ്രിനാലിൻ ആക്ടിവിറ്റീസിനൊന്നും പോയില്ല. കാരണം നമ്മുടെ അവന് കുറച്ച് മൗണ്ടൻ സിക്നസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് നമ്മൾ ജങ്ഫറോയിൽ പോയപ്പോഴും അവന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആക്ടിവിറ്റീസിനും പോയില്ല കേട്ടോ. നമ്മൾ കുറച്ച് സമയം ആ കോഫി ഹൗസിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മൾ വീണ്ടും താഴേക്കുള്ള കേബിൾ കാറ് പിടിച്ച് നമ്മൾ താഴേക്ക് പോവാണ്. ദേ അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതാണ് നമ്മുടെ കേബിൾ കാർ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മുടെ കേബിൾ കാർ വീണ്ടും താഴേക്ക് പോകാൻ തയ്യാറെടുക്കുവാണ്. താഴേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് നമ്മൾ വന്നതിനേക്കാളും ത്രില്ലിംഗ് ആണ് താഴേക്ക് പോകുമ്പോൾ. ഇപ്പോൾ താഴേക്ക് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രയും സ്റ്റീപ്പസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും മൊറൈൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. മൊറൈനിൽ നിന്ന് നമുക്ക് താഴേക്ക് സ്റ്റെച്ചൽബർഗിലേക്ക് പോകണം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള കേബിൾ കാറിൽ. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് പോകാനായിട്ട്. സത്യത്തിൽ പേടി തോന്നും, പക്ഷെ അതിലേറെ ത്രില്ലിങ്ങുമായിരുന്നു. ഇപ്പൊ താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നമ്മൾ ഭയങ്കര സ്റ്റീപ്പസ്റ്റ് ആയിട്ടാണ് പോകുന്നതെന്ന്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഹൈപ്പും കൂടെ ചെയ്തേക്കണം കേട്ടോ. എന്താ ഒരു വൈബ് എന്ന് നോക്കിക്കേ, അടിപൊളി വൈബല്ലേ. ഈ കേബിൾ കാറിലെ യാത്ര ശരിക്കും ത്രില്ലിങ് തന്നെയായിരുന്നു കേട്ടോ. മുകളിൽ പോയി നമുക്ക് അഡ്രിനാലിൻ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഇതിലെ യാത്ര മാത്രം ഭയങ്കര ത്രില്ലിങ് തന്നെയായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ താഴെ എത്തി, നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിലെത്തി. അപ്പോൾ ചേച്ചിക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു. അന്നേരം അതിന് ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ കാരണം
ചേച്ചിക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നമ്മുടെ ലഞ്ച് ഉണ്ടാക്കി കഴിച്ചു. ഇന്നത്തെ ലഞ്ചിന് പൊറോട്ടയും മീൻകറിയും ഉണ്ട്, അതുപോലെ ചിക്കൻ കറിയുമാണ്. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ താങ്ക് യു, ബൈ.